രാവിലെ എണീറ്റ് ആ ഡോറ് തുറന്നൊന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെയുള്ള പച്ചപ്പ് കാണുമ്പോൾ ഭയങ്കര ഒരു ഫ്രഷ് ഫീലായിരിക്കും അല്ലേ. എല്ലാവർക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ. ഭയങ്കരമായിട്ട് നമുക്കൊരു ഫ്രഷ്നെസ് തരുന്ന ആ ഒരു കാഴ്ചയാണ് നമ്മുടെ വീടിൻ്റെ ഉമ്മറത്ത് ഒരു ഗ്രീനറി ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ. ആ ഒരു ഗ്രീനറി ഉണ്ടാവണമെങ്കിൽ ഒരുപാട് എഫേർട്ട് ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് കാണിക്കാൻ പോണ എൻ്റെ വീടിൻ്റെ ഉമ്മറാണ് കേട്ടോ. ഉമ്മറത്തുള്ള ഒരുപാട് ചെടികളുടെ ബിഫോർ ആൻഡ് ആഫ്റ്റർ ലുക്കാട്ടോ. ബിഫോർ ഫ്ലവറിങ്ങും ആഫ്റ്റർ ഫ്ലവറിങ്ങും. ഈ ഒരു ലുക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാണുമ്പോൾ തന്നെ കണ്ട സ്പോട്ടിൽ തന്നെ നമുക്ക് വാവ് എന്ന് ഫീൽ വരുന്ന ഒരു ഇതാണ് കേട്ടോ. ഞാൻ വെറുതെ പറയണതല്ല. ഒരു ബോഗൺ വില്ലയുടെ ഗ്രേറ്റ് കളക്ഷൻസ് തന്നെ വീട്ടിലുണ്ട്. ഇതിൻ്റെയൊക്കെ മെയിൻ എഫേർട്ടും ഇതിങ്ങനെ സെറ്റ് ചെയ്യണ ആളൊക്കെ ഏട്ടനാണ് കേട്ടോ. ഏട്ടനെ ഞാൻ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കി ഈവനിങ് ആയാലും മോർണിംഗ് ആയാലും ഒക്കെ നമുക്ക് ഈ ഒരു വ്യൂ കാണുന്ന സമയത്ത് അടിപൊളി വാവ് ഫീലിംഗ് ആട്ടോ. എപ്പോഴും നമ്മൾ ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ കാണുമ്പോൾ നമുക്ക് അടിപൊളിയല്ലേ. അപ്പോൾ ഇത് ഞാൻ ഓരോ പ്ലാന്റ്സും ഞാൻ കാണിക്കാം കേട്ടോ. അതുപോലെ എൻ്റെ ഈ ഒരു ഗാർഡൻ മെയിൻറ്റെയിൻ ചെയ്തു പോകണ എൻ്റെ ഏട്ടനെയും കാണിക്കാം. അവൻ്റെ ഒരു ഗ്രേറ്റ് എഫേർട്ടാണ് കേട്ടോ ഈ ഒരു മിറ്റം ഇങ്ങനെയായിട്ട് എപ്പോഴും ഇരിക്കുകയാണത്. ഈ എപ്പോൾ നോക്കിയാലും ഈ മിറ്റം ഇങ്ങനെ തന്നെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നത് അവനുള്ളതുകൊണ്ടാണ്. അവൻ എപ്പോഴും ഈ ഒരു ഓരോ പ്ലാന്റിനെ അവൻ്റെ കുട്ടികളെ നോക്കുന്ന പോലെയാണ് കെയർ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റേതായ ഒരു എന്താ പറയുക റിസൾട്ടും നമ്മൾ കാണുന്നുണ്ട് കേട്ടോ. ഓരോ പ്ലാന്റ്സും അത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ്. ഓരോ ഫ്ലവേഴ്സ് നോക്കി ഓരോ പ്ലാന്റ്സ് നോക്കി എത്ര നന്നായിട്ട് ഫ്ലവർ ചെയ്ത് നിൽക്കുന്നതെന്ന് അറിയോ. അതിന് വേണ്ട വളങ്ങളും അതിന് വേണ്ട ടൈമിൽ വെള്ളം കൊടുത്തിട്ടൊക്കെ ഇവ നന്നായിട്ട് നോക്കാറുണ്ട്. അതുപോലെ നമ്മൾ തോട്ടത്തിൻ്റെ സൈഡിൽ ഒരു പോണ്ടും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളെ ഒരു തോട്ടം ഫുള്ളായിട്ടല്ല, നമ്മളെ ബോഗൺവില്ലയുടെ ഈ ഒരു ടൈമാണല്ലോ. അപ്പോൾ ഈ ഒരു ഏരിയ ഞാൻ കംപ്ലീറ്റ് ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ ഒരു തോട്ടം സെറ്റ് ചെയ്തത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ വീഡിയോ കണ്ടോളൂ, എന്നിട്ട് എൻജോയ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇതൊന്നും ഇഷ്ടമാവാത്ത ആരും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ വീഡിയോ. അപ്പോൾ വേറൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.